ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 ഓഗസ്റ്റ് 13 തഴുതാമ എന്ന് നമ്മൾ പറയുന്നതും ഇംഗ്ലീഷിൽ പുനർനവ എന്ന് പറയുന്ന സസ്യത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. തഴുതാമ പടർന്ന് പന്തലിക്കുന്ന ഒരു സസ്യമാണ്. ഇത് നിലത്തുകൂടി ഓടി പടർന്നുകൊണ്ടേയിരിക്കും. ധാരാളം ഇലകളും ശിഖരങ്ങളും ഇതിനുണ്ടാകാറുണ്ട്. ഇതിന് ആയുർവേദത്തിൽ നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ്. ബ്ലഡ് സർക്കുലേഷനും ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷനും വേണ്ടി ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇലകൾ ഭക്ഷിച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശരിയായി ഞരമ്പുകൾക്ക് രക്തഓട്ടം കൂടി കിട്ടും. തഴുതാമയുടെ കൂമ്പിലകൾ മാത്രം പറിച്ചെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കുക. ചൂണ്ടുവിരലിൽ ഒരു ഗ്ലൗസ് ഇടുന്നത് ഉത്തമമാണ്. നമ്മുടെ തൊടികളിൽ 2 തരം തഴുതാമ കാണാൻ സാധിക്കും. ഒന്നിൻ്റെ പൂക്കൾ വെളുത്ത നിറത്തിലുള്ളതും മറ്റേത് വയലറ്റ് നിറത്തിലുള്ളതുമാണ്. രണ്ടും ഭക്ഷ്യയോഗ്യമാണ്. തഴുതാമയ്ക്ക് വർഷത്തിൽ നല്ലപോലെ തളിർത്ത് ഇലകളും ശിഖരങ്ങളും ഉണ്ടാകും. അതുപോലെ വേനൽക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ധാരാളം ഇലകൾ ഉണ്ടാകുന്നതാണ്. ഇതിനെ ഒരു ഓൾ സീസൺ ഇലച്ചെടി എന്നും പറയാം. കറി വയ്ക്കാനായി ഉള്ളി അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ കടുക് വറക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ തഴുതാമ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീ അല്പം താത്തി വെച്ചതിന് ശേഷം ഇലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് അതിനെ കുറച്ച് സമയം വേകാനായി മൂടി വയ്ക്കുക. വേകുന്ന സമയത്ത് തേങ്ങ ചിരവിയതിനകത്ത് മഞ്ഞളും പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഏതാണ്ട് ഇത് വെന്തു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇത് ഈ തഴുതാമ ഇലയുടെ മുകളിലേക്ക് നല്ലപോലെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച മിശ്രിതത്തിന് ഉപ്പ് പോരാ എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് പാകത്തിന് ചേർന്ന് മനസ്സിലായാൽ ഉടനെ അത് മൂടി വെച്ച് അല്പനേരം കൂടെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ചെറിയതായിട്ട് ആവി വരുമ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് വരുന്നതാണ്. അങ്ങനെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ സ്പൂണ് കൊണ്ട് അവയെ നല്ലപോലെ ഇളക്കി ഒരുപോലെയാക്കി വേവ് കുറവെന്ന് തോന്നിയാൽ അല്പസമയം കൂടെ മൂടി വെക്കാവുന്നതാണ്. ഇലക്കറികൾ അല്പസമയമേ വേവിക്കുകയുള്ളൂ. അധികം വേവിച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എപ്പോഴും മൂടി വെച്ച് വേണം വേവിക്കുവാൻ. വീടുകളിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ഇലക്കറിയാണ് തഴുതാമ. ഏതാണ്ട് 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് പറിച്ച് അരിഞ്ഞ് നമുക്ക് കറിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇലക്കറികൾ ചൂടോടെ തന്നെ ഭക്ഷിക്കുകയാണ് നമുക്ക് രുചി കൂടുതലായി ലഭിക്കുന്നത്. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമുക്ക് അല്പം നഷ്ടപ്പെട്ടതായി തോന്നും. നല്ല ചോറും തഴുതാമയുടെ കറിയും ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കും. എനിക്കിന്ന് ഇവിടെ മോരും അല്പം പന്നിക്കറിയും പാവയ്ക്ക അച്ചാറും കൂടെ ഉണ്ട്. അതിനാൽ വളരെ സുഭിക്ഷമായി തന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം എനിക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൂഞ്ഞാർ കുര്യൻ.